ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഓരോ ഓൺട്രപ്രനേഴ്സും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ചൊറിയും ചോദ്യവും ആ ചോദ്യം ചോദിക്കുന്നവർക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയുന്നത് ആ ഒരു ചോദ്യമാണ്, അതിന് ചോദിച്ചവർക്കുള്ള ഉത്തരവുമാണ്. നിങ്ങളുടെ ബിസിനസ് മെച്ചത്തിലാണോ? വല്ലതും കിട്ടുന്നുണ്ടോ? എന്തിനാണ് ഇത് നടത്തി പോകുന്നത്? ഇതിങ്ങനെ പോയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇതുമായി മുന്നോട്ട് പോയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇത്തരം ചൊറിയൻ ചോദ്യവുമായി ബിസിനസ് ഓൺട്രപ്രനേഴ്സിനെ ചൊറിയാൻ വരുന്ന, ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്ന ഉത്തമ ലക്ഷ്യത്തോടെ മുന്നോട്ട് വരുന്ന പല ചൊറിയന്മാരുണ്ടാവും അല്ലേ? ആ ചൊറിയന്മാർക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങളൊന്ന് ഓർക്കണം, രാവിലെ മുതൽ രാത്രി വരെ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആയിരക്കണക്കിന് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, തൻ്റെ ടീമിനെയും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനർ. ഒന്ന് മനസ്സിലാക്കുക, എല്ലാ ബിസിനസ്സുകാരും സമൂഹത്തെ ചൂഷണം ചെയ്യുക എന്നത് നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ? ബിസിനസ്സുകാർ, വലിയ മൾട്ടി മില്യനേഴ്സൊക്കെ എപ്പോഴും ക്രൂവലായിട്ട് ചിത്രീകരിക്കും. എന്തോ ഒരു ബിസിനസ്സുകാരെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാലം ഒരുപാട് മാറി. ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങളും അവരുടെ അവസ്ഥയും കാണിച്ച് ഒത്തിരി സിനിമകളൊക്കെ നമ്മളെ മുന്നിലെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഒരുപാട് പേരുടെ അന്നമാണ് ഒരു ബിസിനസ് സംരംഭം. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലേ? അതിന് താഴേക്കിടയിൽ വളരെ തുച്ഛമായ സാലറി വാങ്ങുന്നതും നല്ല സാലറി വാങ്ങുന്നതുമായിട്ടുള്ള പല രീതിക്കുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അവർക്കെല്ലാവർക്കും അന്നമാണ് ആ ഒരു സ്ഥാപനം. ഒരു ബിസിനസ് ഓണറെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരടക്കുന്ന ടാക്സ്, അത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരിൽ കിട്ടുന്ന വരുമാനം, അതിന് സ്റ്റാഫുകൾക്ക് കിട്ടുന്ന വരുമാനം, അത് ഓരോ വീട്ടിലെയും ഓരോ സ്റ്റാഫിൻ്റെ വീട്ടിലെയും അന്നമാണ്. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ളത്, അവർക്ക് അവരുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഇൻകമാണത്. ഒരു നല്ലൊരു ബിസിനസ് വളർന്നു വരുമ്പോൾ അതിന് ചുറ്റും ഒരുപാട് ബിസിനസ്സുകൾ വളർന്നു വരും അല്ലേ? വലിയൊരു ഫാക്ടറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയ ടീ ഷോപ്പുകൾ, ഇങ്ങനെ പല ബിസിനസ്സുകൾ വളർന്നു വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബിസിനസ് വളരണം അല്ലേ? അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ദിവസത്തിൽ ഇത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അത് സോൾവ് ചെയ്ത് ഒരു ബിസിനസ്സുകാരൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ? എത്ര പ്രശ്നങ്ങളാണ് ലൈഫിൽ. ഒരു ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു സമയത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, ആ ജോലിയിലുള്ള ആ ഒരു കൃത്യമായ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഒരു ബിസിനസ്സുകാരന് അവിടെയുള്ള സകലമായ സ്റ്റാഫിൻ്റെയും പ്രശ്നം, സ്റ്റാഫിൻ്റെ ലീവ്, സ്റ്റാഫിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാക്കി സ്റ്റാഫിനെ അതിന് വെച്ചു കൊടുക്കണം. ഇത്തരം സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ, സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ സ്റ്റോക്ക് ഇറക്കണം, അതുപോലെ ടെക്നിക്കലായുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. അങ്ങനെ ലോട്ട് ഓഫ് പ്രശ്നങ്ങൾ. ഇത്രയും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് ഒരു ബിസിനസ്സുകാരൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അയാളൊരു സംഭവമാണ്. പിന്നെ നിങ്ങൾ വെറുതെ പോയിട്ട് അവരെ ചൊറിഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്ത ആവശ്യമില്ല. നമ്മളെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ കണ്ണുകടി ഉണ്ടെങ്കിൽ തൽക്കാലം മിണ്ടാതിരിക്കുക, അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുക. അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ പോകണ്ട, വലിയ പ്രോത്സാഹനം കൊടുത്ത് അവരെ വലിയ ബിസിനസ് കുത്തകളൊന്നും ആക്കണ്ട, ഉപദ്രവിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ്സുകാരനോട്, ഒരുപാട് പേർക്ക് ഭക്ഷണം നൽകുന്നവർക്ക്, ഒരുപാട് പേർക്ക് അന്നം നൽകുന്ന ബിസിനസ്സുകാരോട് മിനിമം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ദയ ഇതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.